ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. അതെന്താ അറിയോ, അതിൽ തന്നെ ജാനിമോളുടെ ഡാൻസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക് യു. ഐ ലവ് യു. അങ്ങനെ പറ, ഐ ലവ് യു ഓൾ എന്ന് പറ. അപ്പൊ നമ്മള് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജാനിമോൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ നമുക്ക് മേടിച്ചു കൊടുക്കണല്ലോ. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു അവള് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് തന്നെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അതെന്താന്നുള്ളത് ആരെ കാണിച്ചു തരാൻ പോണേ? ജാനി കാണിച്ചു തരും കേട്ടാ. ഇതാണ് ആ പ്രൊഡക്റ്റ് കേട്ടാ. അപ്പൊ കുഞ്ഞു കുട്ടികൾക്കുള്ളത്. കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ പല്ലൊക്കെ തേക്കാണ്ടിരിക്കുമല്ലോ, 1-2 ദിവസമൊക്കെ ഇങ്ങനെ പല്ല് തേക്കാണ്ട് ഫുഡൊക്കെ കഴിക്കണ കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ? ഉണ്ടോ അങ്ങനത്തെ കുട്ടി ഉണ്ടാ? പല്ല് തേക്കാണ്ട് ബ്രഷ് ചെയ്യാണ്ട് ഫുഡ് കഴിക്കുന്ന കുട്ടി ഉണ്ടോ അവിടെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മള് ഭയങ്കര ഈസി ആയിട്ട് അവരുടെ മടിയൊക്കെ മാറ്റിയിട്ട് ബ്രഷ് ചെയ്യിപ്പിക്കാനുള്ള ഒരു എളുപ്പപ്പണിയായിട്ടാണ് നമ്മള് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ആ പ്രൊഡക്റ്റ് കണ്ട. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്. ഇത് നമ്മള് മേടിക്കാന്ന് വിചാരിച്ചപ്പോ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഒത്തിരി നല്ല ഫീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തേക്കാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ പല്ലിക്കാൻ പോവാണ്. എന്റെ ഇതും നല്ല മഞ്ഞാണ്. അപ്പൊ നമുക്ക് പല്ലിച്ചടങ്ങാം. ഇതെങ്ങനെ ഒഴിച്ച് വെക്കാം. ഗൈസ്, അപ്പൊ നമ്മള് പല്ല് തേച്ചിരിക്കുന്നു ഗൈസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമുക്ക് ഫുള്ളായിട്ട് കഴുകാം കേട്ടോ. വാട്ടർ പ്രൂഫ് ഒക്കെയാണ്. പിന്നെ അടിപൊളി, പല്ലൊക്കെ വൈബ്രേറ്റ് ചെയ്യണം വരെയാണ് ഗൈസ്. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്. അതായത് ഈ റീൽസ് ഉണ്ടല്ലോ, ഈ റീൽസ് യൂട്യൂബ് ഇതിന്റെ ഒക്കെ നമുക്ക് എന്തെങ്കിലും നമ്മളറിയാത്ത സംഭവങ്ങൾ പോലും നമ്മുടെ കുട്ടികളാണ് നമ്മളതൊക്കെ കണ്ടുപിടിച്ചത് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്, ഇലക്ട്രിക് ബ്രഷ്. അപ്പോ ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സാധാരണ ബ്രഷുകളും ഇതും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതെന്താന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് അഗാരോന്റെ സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അല്ലേ. അപ്പോൾ ഇതിന്റെ പാക്കിംഗ് ഒക്കെ ഇതുമാരെ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് വരുന്നത്. ഇത് നമുക്ക് എന്താ പറയാ, ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യണ പോലെ ഇതുമാരെ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് നമ്മുടെ കിഡ്സിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് അവര് ഇതിനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലിതാ ഇതുമാരൊരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ഇതാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരു പെൻസിൽ പോലെയൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് അവർ ഇതിന്റെ ഔട്ട്ലൈൻ, അതായത് പുറം ഭാഗം ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാതിരി ഇതാ ഒരു ചെറിയൊരു ജിറാഫിന്റെ കുട്ടികളെ നന്നായിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കാർട്ടൂൺ പിക്ചറൊക്കെ ഇതിന്റെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ടോപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുമാരൊരു ബ്രഷ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡില് ടങ് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു മോഡും കൂടിയും ഇവരിതില് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുമാതിരി തന്നെ നമുക്ക് ഇതിന് 2 ഹെഡ്സ് ആണ് വരുന്നത് കണ്ടോ. അപ്പൊ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതിന് അവരിങ്ങനെ നന്നായി കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് പൊട്ടിച്ച് കളയുമ്പോൾ ഇതാണോ
ഇതുമാരെ 2 ഹെഡ്സ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ മെഷീൻ ഒന്നും ബ്രഷ് രണ്ടും ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് 2 ബേബീസിന് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ഒരു മെഷീൻ മതി. 2 ഹെഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതല്ല ഒരാൾക്ക് മാത്രമാണെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു പെട്ടെന്നൊന്നും ഇതിനൊരു W വിങ് ആണ് വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കേടാവാനായിട്ട് സാധ്യത കുറവാണ്. അപ്പൊ നമുക്ക് ഒരു മെഷീനിൽ തന്നെ 2 ഹെഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവര് നമുക്കായിട്ട് തന്നിട്ടുള്ളത്, അതായത് ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ആണല്ലോ. അത് കാരണം കൊണ്ട് തന്നെ ഒരു USB കേബിൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതാകണ്ടോ, ഇതിന്റെ ബോട്ടത്തിലാണ് നമുക്ക് ചാർജിങ് ഫെസിലിറ്റി വരുന്നത് കേട്ടോ. ചാർജിങ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫ് ആണോ എന്നുള്ളത് അല്ലെ. ബ്രഷ് ആകുമ്പോൾ നമ്മളിത് എങ്ങനെ നനയ്ക്കും എന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ വരില്ലേ. പക്ഷെ ഇത് 100% വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് എവിടെ ഇതിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് നനയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുമാതിരി തന്നെ ഇതില് നമ്മളിപ്പോ ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിന് അതൊരു എക്സസൈസും കൂടിയാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല. നമ്മളിങ്ങനെ ഇങ്ങനെ നമുക്ക് ബ്രഷ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കിഡ്സിന് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നമില്ല. കാരണം എന്താണെന്നറിയോ, 38,000 സ്ട്രോക്സ് ഇത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ 1-2 വട്ടം ഇങ്ങനെ ചെയ്യണത് ഇത് 1 മിനിറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ 38,000 തവണ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അത് ആ ക്ലീനിങ് അപ്പൊ അത്രയും പെർഫെക്റ്റ് ആവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അവരുടെ ക്ലീനിങ് പിന്നെ ഈ സംഭവം നോക്കിക്കോളും. നമ്മള് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കുട്ടികൾ പിന്നെ പല്ല് തേക്കുമ്പോൾ നമുക്ക് അറിയാലോ ഓൾറെഡി അത്ര ക്ലീൻ ആവില്ല എന്നുള്ള കാര്യം. അപ്പൊ ഇതിന്റെ ഒരു സഹായം എന്ന് പറയുന്നത് വളരെ വളരെ എഫിഷ്യന്റ് ആണ് കേട്ടോ. 38,000 തവണ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിനെക്കാട്ടും ഭയങ്കര എഫക്റ്റീവ് ആണ് അല്ലെ. അതുപോലെ തന്നെ അപ്പോ ഇതിന്റെ ഒരു ഭംഗിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാൻ പോയൊരു കാര്യം എന്താണെന്നറിയോ, വിട്ടുപോയൊരു കാര്യം എന്താണെന്നറിയോ, ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതാണ്ടോ ഇവിടെ ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്. അതിലിങ്ങനെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് കണ്ടോ, കേൾക്കുന്നുണ്ടോ സൗണ്ട്? ഇതിൽ 3 മോഡ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഗ്രീന്, പിന്നെ ഇതുമാതിരി തന്നെ ഒരു റെഡില് വരുന്നുണ്ട്, ഒരു ബ്ലൂവിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ അതിന്റെ പവർ കൂട്ടാനുള്ളതാണ്, മസാജിങ് കൊടുക്കാനുള്ളതാണ്. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ വായിലേക്ക് ഇത് ഇടുമ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ പ്രവൃത്തി അത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ഒരു നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ അത്രയും വർത്ത് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ കുട്ടികളുടെ ടീത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് കേടാവാനായിട്ട് സാധ്യതയുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഉണ്ണികളുടെ നമ്മുടെ ഉണ്ണികളുടെ ടീത്ത് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മളിത് മേടിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, ലിങ്ക് നോക്കുക. നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും ഇത് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എന്തായാലും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങാം കേട്ടോ.